വമിൻ അസ്മാഇല്ലാഹിൽ ഹുസ്ന അൽ കാഫി. അള്ളാഹുവിന്റെ അസ്മാകളിൽപ്പെട്ട മറ്റൊന്നാണ് അൽ കാഫി. അൽ കാഫി ഇബാദഹു, തന്റെ അടിമകൾക്ക് മതിയാക്കി കൊടുക്കുന്നവൻ. ജമീഅ മാ യഹ്താജൂന വയദ്റൂന ഇലൈഹി, അവർ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും, ബുദ്ധിമുട്ടുന്ന സന്ദർഭങ്ങളിൽ, പ്രയാസപ്പെടുന്ന സന്ദർഭങ്ങളിൽ അവരുടെ പ്രയാസങ്ങളും, ഏതെല്ലാം കാര്യങ്ങളിൽ അവർ പ്രയാസപ്പെടുന്നുവോ, എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് ആവശ്യമുണ്ടോ അതെല്ലാം നിറവേറ്റി കൊടുക്കുന്നവൻ, മതിയാക്കി കൊടുക്കുന്നവൻ, അതാണ് കാഫി. അൽ കാഫി കിഫായത്തൻ ഖാസ്സ മൻ ആമന ബിഹി വതവക്കല അലൈഹി. ഇതും നേരത്തെ പറയപ്പെട്ടതുപോലെ ആമും ഖാസുമുണ്ട്. മൊത്തത്തിൽ പടപ്പുകൾക്ക്, അടിമകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നു, ദുരിതങ്ങൾ നീക്കിക്കൊടുക്കുന്നു. എന്നാൽ അവനിൽ ഈമാൻ ഉൾക്കൊള്ളുകയും കാര്യങ്ങളെല്ലാം അവനിൽ ഏൽപ്പിക്കുകയും ചെയ്ത, ഭരമേൽപ്പിക്കുകയും ചെയ്ത, തവക്കുലാക്കുകയും ചെയ്തിട്ടുള്ള അടിമകൾക്ക് പ്രത്യേകമായി കിഫായത്ത് നൽകുന്നവനുമാണ് അവൻ. അള്ളാഹുവിന്റെ അടിമകൾ, ഖാസ്സായ അടിമകൾ, അവനിൽ ഈമാൻ ഉൾക്കൊള്ളുകയും അവന്റെ മേൽ കാര്യങ്ങൾ തവക്കുലാക്കുകയും അവരുടെ ദീനിയും ദുനിയവിയുമായ എല്ലാ ആവശ്യങ്ങളും അള്ളാഹുവിൽ നിന്ന് തേടുകയും ചെയ്യുന്നവരാണ്. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിയായും ദുനിയവിയായും അവരുടെ എല്ലാ ആവശ്യങ്ങളും അവൻ പ്രത്യേകമായി നിറവേറ്റിക്കൊടുക്കും, മതിയാക്കി കൊടുക്കും. അള്ളാഹുവാണ് കാഫി. അൽ കാഫി ഇബാദഹു ജമീഅ മാ യഹ്താജൂനഹു വയദ്റൂന ഇലൈഹി. അപ്പൊ കിഫായത്ത് എന്നുള്ളത് രണ്ട് തരത്തിലുണ്ട്, ആമും ഖാസും. ആമായ കിഫായത്ത് അവന്റെ എല്ലാ അടിമകൾക്കും പൊതുവിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നു, മതിയാക്കി കൊടുക്കുന്നു. അവരുടെ ദുരിതങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അവർ അള്ളാഹുവിനോട് സഹായം തേടുമ്പോൾ ആ സഹായം നൽകുന്നു, അവരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുന്നു. എന്നാൽ അവനിൽ ഈമാൻ ഉൾക്കൊള്ളുകയും കാര്യങ്ങളെല്ലാം അവനിൽ ഭരമേൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് അള്ളാഹു പ്രത്യേകം കിഫായത്ത് നൽകും. ദീനിയും ദുനിയവിയുമായ അവരുടെ ആവശ്യങ്ങൾ അവര് തേടുന്നത് അള്ളാഹുവിനോടാണ്. അവൻ അവർക്കത് മതിയാക്കി കൊടുക്കുകയും ചെയ്യും. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാഹു തന്റെ അടിമക്ക് കാര്യങ്ങൾ മതിയാക്കി കൊടുക്കാൻ പോരുന്നവനല്ലേ? അള്ളാഹു പോരെ അവന്റെ അടിമകൾക്ക് കാര്യങ്ങളെല്ലാം മതിയാക്കി കൊടുക്കാൻ? അവന്റെ അടിമകളിൽ പൊതുവിൽ എല്ലാവർക്കും ആമായ കിഫായത്തും ഖാസ്സായി അവനിൽ കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന ആളുകൾക്ക്, തവക്കുലാക്കുന്ന ആളുകൾക്ക്, വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹ്, ആരാണോ അള്ളാഹുവിൽ കാര്യങ്ങൾ തവക്കുലാക്കുന്നത് അവൻ മതി അവരുടെ കാര്യങ്ങൾക്ക് കിഫായത്ത് നൽകാനുള്ള കാഫിയായി. ഇതാണ് അള്ളാഹുവിന്റെ ഇസ്മിൽ, അള്ളാഹുവിന്റെ അസ്മാകളിൽ കാഫി എന്ന നാമം അർത്ഥമാക്കുന്ന ചുരുങ്ങിയ അർത്ഥം. അൽ കാഫി ഇബാദഹു ജമീഅ മാ യഹ്താജൂനഹു വയദ്റൂന ഇലൈഹി. അൽ കാഫി കിഫായത്തൻ ഖാസ്സ മൻ ആമന ബിഹി വതവക്കല അലൈഹി വസ്തമദ്ദ മിൻഹു ഹവായിജ ദീനിഹി വദുനിയ. ദീനിയും ദുനിയവിയുമായ എല്ലാ ആവശ്യങ്ങളും അള്ളാഹിനോടാണ് ചോദിക്കേണ്ടത്. ദുനിയാവിന്റെ ആവശ്യങ്ങൾ അള്ളാഹിനോട് ചോദിക്കുക എന്നുള്ളത് ഒരു പക്ഷെ ആർക്കും പ്രത്യേകം ഉണർത്തി കൊടുക്കേണ്ടതില്ല. എന്നാൽ ദീനിയായ ആവശ്യങ്ങളും അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്. ദീനിയായ ആവശ്യങ്ങൾ എന്നുള്ളത് ഒന്ന് ഈമാൻ അള്ളാഹിനോട് ചോദിക്കേണ്ടതാണ്, റുഷ്ദ് അള്ളാഹിനോട് ചോദിക്കേണ്ടതാണ്, ഇസ്തിഖാമത്ത് അള്ളാഹിനോട് ചോദിക്കേണ്ടതാണ്. ഇതിലൊക്കെ തന്നെ ധാരാളക്കണക്കിന് അദ്കാറുകൾ നമുക്ക് കാണാം. ഇനി അതുപോലെ തന്നെ ദീനിയായി ഏറ്റവും ജാമിആയ അതിനുള്ള ദുആയാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അത് ദീനിയായ ആവശ്യമാണ് പ്രത്യേകമായി അവിടെ നമ്മൾ ചോദിക്കുന്നത്. അതുകൂടാതെ ജീവിതത്തിന്റെ എല്ലാ വിഷയങ്ങളിലും ജനങ്ങൾ ഭിന്നിപ്പിലിരിക്കുന്ന കാര്യങ്ങളിൽ
തീർപ്പ് കൽപ്പിക്കപ്പെട്ട് നേരായ മാർഗത്തിലൂടെ ദീനിയായ കാര്യത്തിൽ ചലിക്കേണ്ടതുണ്ട്. കാരണം ഫിത്നകൾ ധാരാളമാണ്. ആ ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെട്ട് ഇഖ്തിലാഫിന്റെ സന്ദർഭങ്ങളിൽ ശരിയായ വഴിയിൽ ഇസ്തിഖാമത്ത് ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അല്ലാഹു തൗഫീഖ് നൽകുക തന്നെ വേണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കാരങ്ങൾ ആരംഭിച്ചിരുന്നത് അത് ചോദിച്ചിട്ടാണ്. അത് തന്നെയും ആ ചോദ്യത്തിന്റെ മുൻപിൽ അദ്ദേഹം വെക്കാറുണ്ടായിരുന്നത് അള്ളാഹുവിന്റെ അസ്മാഉകളും സിഫാത്തുകളുമാണ്. അല്ലാഹുമ്മ റബ്ബ ജിബ്രായീൽ വമീകാഈൽ വഇസ്റാഫീൽ ഫാത്തിറസ് സമാവാതി വൽ അർദ് ഫാലിഖൽ ഹബ്ബി വൻ നവാ ആലിമൽ ഗൈബി വശഹാദ മുനസ്സിലത് തൗറാത്തി വൽ ഇൻജീൽ അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ ഇഹ്ദിനി ലിമുഖ്തലിഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക ഇന്നക തഹ്ദി മൻ തശാഉ ഇലാ സിറാത്തി മുസ്തഖീം. ജനങ്ങൾ ഭിന്നിപ്പിലിരിക്കുന്ന വിഷയത്തിൽ റബ്ബേ എനിക്ക് നീ തീർപ്പ് കൽപ്പിച്ചു തരണേ, ശരിയായ മാർഗത്തിൽ സിറാത്ത് മുസ്തഖീമിൽ എന്നെ എത്തിച്ചു തരണേ എന്നുള്ള ചോദ്യം അള്ളാഹുവിനോടാണ്. അപ്പൊ അള്ളാഹിനോടാണ് ദീനിയാകട്ടെ ദുനിയവിയാകട്ടെ നിങ്ങളിൽ ഒരാളുടെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാലും അള്ളാഹിനോട് ചോദിക്കണം സഹായം എന്നുള്ളത്. അള്ളാഹിനോട് സഹായം. അങ്ങനെ ചെറുതും വലുതുമായ എല്ലാ കാര്യത്തിലും അള്ളാഹുവിനോട് ചോദിക്കുന്ന അവന്റെ അടിമകൾക്ക് അവൻ അവരുടെ കാര്യം മതിയാക്കി കൊടുക്കാൻ പോന്നവനാണ്. അവരുടെ കാര്യം മുഴുവനും മതിയാക്കി കൊടുക്കുന്നവനാണ്. അള്ളാഹു അല്ലാതെ കാഫിയായി വേറെ ആരും തന്നെ ഇല്ല. അള്ളാഹുവാണ് കാഫി. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്, ഭരമേൽപ്പിക്കേണ്ടത് അവനിലാണ്. ومن أسمائه الحسنى الأول والآخر